Hello students, welcome to X and Y Olympiads. IOKM 2024 combinatorics നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. Initially there are 3 power 80 particles at origin. At each step the particles are moved to points above x-axis as follows. If there are n particles at any point xy, then n by 3 of them are moved to x plus 1, y plus 1. N by 3 are moved to x, y plus 1 and the remaining to x minus 1, y plus 1. For example, after the first step, there are 3 power 79 particles each at 1, 1, 0, 1 and minus 1, 1. After the second step, there are 3 power 78 particles each at minus 2, 2, 2 and 2, 2. 2 into 3 power 79 particles each at minus 1, 2, 1, 2. And 3 power 79 particles at 0, 2. After 80 steps, the number of particles at 79, 80. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇതിലൊരു പാറ്റേൺ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ പാറ്റേൺ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഒരു ജനറൽ മോഷനാണ്. അതായത് നമ്മുടെ കയ്യിൽ എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ അതിൻ്റെ 1/3 പാർട്ടിക്കിൾ എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് 1 വൈ പ്ലസ് 1 എന്നുള്ള കോർഡിനേറ്റിലേക്ക് മൂവ് ചെയ്യും. 1/3 പാർട്ടിക്കിൾ അല്ലെങ്കിൽ n/3 പാർട്ടിക്കിൾ n/3 പാർട്ടിക്കിൾ എക്സ് വൈ പ്ലസ് 1 എന്നുള്ള കോർഡിനേറ്റിലേക്ക് മൂവ് ചെയ്യും. ബാക്കി വരുന്ന n/3 പാർട്ടിക്കിൾ എക്സ് മൈനസ് 1 വൈ പ്ലസ് 1 എന്നുള്ള കോർഡിനേറ്റിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സ് വൈ കോർഡിനേറ്റ് എന്ന പാർട്ടിക്കിൾ അതിൻ്റെ 1/3 1/3 ഭാഗം വൈ കോർഡിനേറ്റ് എല്ലാം ഈക്വലാണ്. എല്ലാം വൈ കോർഡിനേറ്റിൽ ഒരു ജമ്പ് ചെയ്യും. എക്സ് കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ 1/3 പാർട്ടിക്കിൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങും എക്സ് മൈനസ് 1. 1/3 പാർട്ടിക്കിൾ അതേ പൊസിഷനിൽ നിൽക്കും, എക്സിൽ നിൽക്കും. ഓക്കെ, ബാക്കി വരുന്ന 1/3 പാർട്ടിക്കിൾ എക്സ് പ്ലസ് 1ലേക്ക് ജമ്പ് ചെയ്യും. അതായത് വൈ കോർഡിനേറ്റ്സിലെല്ലാം ഒരു ജമ്പ് ചെയ്യുമ്പോൾ 1/3 പാർട്ടിക്കിൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങും, എക്സിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റെപ്പ് കുറയും. 1/3 അതേ പൊസിഷനിൽ നിൽക്കും, 1/3 ഒരു ജമ്പ് എക്സ് കോർഡിനേറ്റിൽ വരുത്തും. അങ്ങനെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി നമ്മളടുത്ത് തന്നിട്ടുണ്ട് 3 power 80 പാർട്ടിക്കിൾസ് ഒറിജിനിലുണ്ട് എന്നാണ് ഇനീഷ്യലി തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാറ്റേൺസ് എന്തെങ്കിലും ഉണ്ടോ, ഈ ഒരു മോഷനിൽ എന്തെങ്കിലും പാറ്റേൺസ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പാറ്റേൺസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 80 സ്റ്റെപ്പ് കഴിയുമ്പോൾ, ആഫ്റ്റർ 80 സ്റ്റെപ്പ് കഴിയുമ്പോൾ 79, 80 എന്നുള്ള കോർഡിനേറ്റിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റെപ്സ് എഴുതിയിട്ട് ഇതിൽ എന്തെങ്കിലും പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് 1 ആദ്യത്തെ സ്റ്റെപ്പിൽ 1/3 പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യുന്നത്. ഒറിജിനാണ് മൂവ് ചെയ്യുന്നത്. ഒറിജിന് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് -1, 1, 0, 1, 1, 1 ഈ 3 പൊസിഷനിലും 3 power 80/3 1/3 പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക, വിച്ച് ഈസ് 3 power 79 പാർട്ടിക്കിൾസ്. ക്ലിയർ ആണല്ലോ? ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് 2 കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് 3 പ്രാവശ്യം എഴുതേണ്ടി വരും. മൂന്ന് കോർഡിനേറ്റിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ 3ഉം അടുത്ത സ്റ്റെപ്പിൽ മൂവ് ചെയ്യും. -1, 1ലുള്ള പാർട്ടിക്കിൾ -2, 2ലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ 1/3 -1, 2ലേക്ക് മൂവ് ചെയ്യും. 1/3 0, 2ലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ മോഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2ലെ മോഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 0, 2ലുള്ള പാർട്ടിക്കിൾ -1, 2ലേക്ക് മൂവ് ചെയ്യും, 0, 2ലേക്ക് മൂവ് ചെയ്യും, 1, 2ലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കോർഡിനേറ്റ്സിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മോഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ കോർഡിനേറ്റിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മോഷൻസും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1, 1ലാണ് പാർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ 1, 1 നിന്ന് 0, 2ലേക്ക് മൂവ് ചെയ്യും.
അതുപോലെ തന്നെ 1 2ലേക്ക് മൂവ് ചെയ്യും, ദെൻ 2 2ലേക്ക് 1/3 പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു ഈച്ച് പൊസിഷനിൽ നമ്മുടെ കയ്യിലുള്ളത് 3 പവർ 79/3 വിച്ച് ഈസ് 3 പവർ 78 പാർട്ടിക്കിൾസ് ഈച്ച് ആയിരിക്കും. അതായത് -2 2ൽ 1 × 3 പവർ 78, -1 2ൽ 2 പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് 2 കോർഡിനേറ്റ്സിൽ നിന്ന് പാർട്ടിക്കിൾസ് 1/3 പാർട്ടിക്കിൾസ് വീതം ആ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 × 3 പവർ 78 പാർട്ടിക്കിൾസ് ആ ഒരു പൊസിഷനിൽ ഉണ്ടായിരിക്കും. 3 × 3 പവർ 78 പാർട്ടിക്കിൾസ് ആയിരിക്കും 0 2ൽ ഉണ്ടാവുക. 2 × 3 പവർ 78 പാർട്ടിക്കിൾസ് ആയിരിക്കും 1 2ൽ ഉണ്ടാവുക. 1 × 3 പവർ 78 ആയിരിക്കും 2 2ൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് ത്രീയിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആകാൻ പോവാണ്. -2 എന്ന് പാർട്ടിക്കിൾസ് -3 3ലേക്ക് മൂവ് ചെയ്യും, അതുപോലെ തന്നെ -2 3ലേക്ക് മൂവ് ചെയ്യും, -1 3ലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേറ്റിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സ്റ്റെപ്പ് 3 മോഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ -1 2ലുള്ള പാർട്ടിക്കിൾസിൻ്റെ മോഷനാണ് അടുത്തത് ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. -1 2ന്ന് -2 3ലേക്ക് മൂവ് ചെയ്യും, -1 3ലേക്ക് മൂവ് ചെയ്യും, 0 3ലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ -1 2ലുള്ള പാതി പാർട്ടിക്കിൾസിൻ്റെ മോഷൻസ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി -1 3ൽ ഒരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ -1 2ലുള്ള പാർട്ടിക്കിൾസിൻ്റെ മോഷൻസ് എഴുതേണ്ടി വരും, വിച്ച് ഈസ് -2 3 -1 3 0 3. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് 2 സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് -1 2ലുണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം അതിൻ്റെ മോഷൻസ് എഴുതേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ 0 2ലുള്ള പാർട്ടിക്കിൾ -1 3, എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 3 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം -1 3ൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ 0 3 3 പ്രാവശ്യം എഴുതി, ദെൻ 1 3 1 3 1 3 1 3. ഓക്കെ, 3 പ്രാവശ്യം 1 3 എഴുതിയിട്ടുണ്ട്. ദെൻ 1 2ലുള്ള പാർട്ടിക്കിൾസിൻ്റെ മോഷൻസ് 0 3, 2 പാർട്ടിക്കിളാണ് 1 3ലുള്ളത്, 0 3 0 3 1 3 1 3 2 3 2 3. ഓക്കെ, 2 പാർട്ടിക്കിൾസ് ആണ് 1 2ൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അത് 2 പാർട്ടിക്കിളായിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ 2 2ൽ ഒരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ എഴുതിയാൽ മതി. 2 2ന്ന് 1 3 2 3 3 3. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പിലെ പാർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ 3 പവർ 78/3 3 പവർ 77 പാർട്ടിക്കിൾസ് ആയിരിക്കും റിമൈനിങ് ഉണ്ടാവുക. ഇത്രയും പൊസിഷൻസിലേക്ക് ഇത്രയും പാർട്ടിക്കിൾസ് ആയിരിക്കും 3 പവർ 79 പാർട്ടിക്കിൾസ് ആയിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റിനിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റിനിൽ നോക്കുകയാണെങ്കിൽ 80 സ്റ്റെപ്പ് കഴിയുമ്പോൾ 79 80 എന്നുള്ള പൊസിഷനാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജനറലായിട്ട് പറയണമെങ്കിൽ n സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ n-1 n എന്നുള്ള പൊസിഷനിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇവിടെ എന്നിൻ്റെ പൊസിഷൻ, അതായത് എത്രാമത്തെ സ്റ്റെപ്പാണ് 80 പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ n-1 80 - 1 79 80 n-1 n ഈ ഒരു പൊസിഷനിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് നമുക്ക് ജനറലായിട്ടൊരു ഫോം ഇവിടെ പറയാം, n-1 n എന്നുള്ള പൊസിഷൻ ഇങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ n-1 n എന്നുള്ളത് എന്തായിരിക്കും? n-1 എന്നിൻ്റെ പൊസിഷൻ 1 ആണ്. n-1 ഇൻറ്റു ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. സ്റ്റെപ്പ് 1ൽ സ്റ്റെപ്പ് n-1 സോറി ഒരു സെക്കൻഡ്. സ്റ്റെപ്പ് കോർഡിനേറ്റ് അതുപോലെ തന്നെ കോർഡിനേറ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, സ്റ്റെപ്പ് 1 കോർഡിനേറ്റ് 0 1. ഓക്കെ, 0 1 0 1 0 1 0 1ൽ 1 × 3 പവർ 79 പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 0 1 കോർഡിനേറ്റിൽ 3 പവർ 79 പാർട്ടിക്കിൾസ് ആണ് റിമൈനിങ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ 2 നമ്മുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? n-1 n അല്ലെങ്കിൽ 1 2. ഈ ഒരു പൊസിഷനിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. സ്റ്റെപ്പ് 2
പൊസിഷൻ ഏതായിരുന്നു? 1 2 1 2 എന്നുള്ള പൊസിഷനിൽ 1 2 2 പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. 2 പാർട്ടിക്കിൾസ് മാത്രമാണോ? 2 ഇൻറ്റു 3 പവർ 3 പവർ 3 പവർ 78 3 പവർ 78. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കോർഡിനേറ്റ് ഏതായിരിക്കും? n-1 n 2 3 2 3ൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 1 2 3 3 ഇൻറ്റു 3 പവർ 77 3 ഇൻറ്റു 3 പവർ 77. ഓക്കെ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? n ആണെങ്കിൽ n ഇൻറ്റു 3 പവർ 80 മൈനസ് n എന്ന് എഴുതി കൂടെ? n സ്റ്റെപ്പിൽ n-1 n എന്നുള്ള കോർഡിനേറ്റിൽ n ഇൻറ്റു 3 പവർ 80 മൈനസ് n ഇങ്ങനെ എഴുതി കൂടെ? എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്നിൻ്റെ പൊസിഷനിൽ 1 ആണ്. n-1 n 0 1 n 1 ഇൻറ്റു 3 പവർ 80 മൈനസ് 1 79. രണ്ടാമത്തെ സ്റ്റെപ്പിലാണെങ്കിൽ 2 ഇൻറ്റു 3 പവർ 80 മൈനസ് 2 വിച്ച് ഈസ് 3 പവർ 79 ഇൻറ്റു 2. മൂന്നാമത്തെ സ്റ്റെപ്പിലാണെങ്കിൽ 3 ഇൻറ്റു 3 പവർ 79 മൈനസ് 3 80 മൈനസ് 3 വിച്ച് ഈസ് n ഇൻറ്റു 3 പവർ 77 വിച്ച് ഈസ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പിൽ n-1 എന്നുള്ളത് 3 4 എന്നുള്ള പൊസിഷൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. 3 4 എന്നുള്ള പൊസിഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പാർട്ടിക്കിൾസ് ആണ് വരേണ്ടത്? 4 ഇൻറ്റു 3 പവർ 76 ഇത്രയും പാർട്ടിക്കിൾസ് ആണ് ഈ ഫോർത്ത് സ്റ്റെപ്പിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു പൊസിഷനിൽ വരുന്ന പാർട്ടിക്കിൾസ് മാത്രമേ ഞാൻ ഇത് നോക്കുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റെപ്പ് ഫോറിൽ മൂവ് ചെയ്യുന്നത് 3 പവർ 76 പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് -3 എന്നുള്ള പാർട്ടിക്കിളിന് -4 3 -4 4 -3 4 -2 4 ഇങ്ങനെ ഈ ഒരു 3 പൊസിഷനിലേക്ക് മാത്രമായിരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതായത് ഒരു എക്സ് കോർഡിനേറ്റ് ഒന്ന് മാത്രമേ കുറവുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട പൊസിഷൻ 3 4 എന്നുള്ളതാണ്. 3 4 എന്നുള്ള പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ 2 3 എന്നുള്ള പാർട്ടിക്കിൾസിന് മാത്രമായിരിക്കും പറ്റുന്നുണ്ടാവുക. കാരണം -1 3 എന്നുള്ള പാർട്ടിക്കിളിന് -1 എന്നുള്ള പാർട്ടിക്കിൾസ് 1 3 എന്നുള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് 0 3 1 3 2 3 ഈ 3 പൊസിഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് വേണ്ടത് 3 4 എന്നുള്ള പൊസിഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. 3 4 എന്നുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് മിനിമം 2 ആയിരിക്കണം. ഓക്കെ, മിനിമം 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത്രയും പാർട്ടിക്കിൾസിന് മാത്രമായിരിക്കും, ഈ 4 പാർട്ടിക്കിൾസിന് മാത്രമായിരിക്കും 3/4 എന്നുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ 1 2 3 4 ഈ 4 പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും 3/4 എന്നുള്ള കോർഡിനേറ്റ്സിലേക്ക് മാറുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ 3 4 എന്നുള്ള പൊസിഷനിൽ ഈ 2 3 എന്നുള്ള പാർട്ടിക്കിൾസ് മൂന്ന് സെറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ 2 3 എന്നുള്ള പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് 1 3 1 4 2 4 3 4 ഈ 3 പൊസിഷനിലായിരിക്കും 3 പാർട്ടിക്കിൾസ് ഉണ്ടാവും. 1 4 1 4 2 4 3 4. ഓക്കെ, 3 പാർട്ടിക്കിൾസ് ആണ്. 1 4 2 4 3 4. ഓക്കെ, ഇനിയുള്ള 3/3 പാർട്ടിക്കിൾ 2 4 3 4 4 4. ഓക്കെ, അങ്ങനെ ഈ 3 പൊസിഷൻസിലായിരിക്കും 3/4 പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കി 4 സെറ്റ് പാർട്ടിക്കിൾസ് ആണ് 3/4 3 4 എന്നുള്ള കോർഡിനേറ്റ്സിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പാറ്റേൺ യൂസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആൻസർ കറക്റ്റാണ്. 4 ഇൻറ്റു 3 പവർ 76 പാർട്ടിക്കിൾസ് ആണ് ആ ഒരു കോർഡിനേറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റെപ്പ് 5 കൂടെ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 5ലേക്ക് n-1 എന്നുള്ള പൊസിഷൻ എന്തായിരിക്കും?
4, 5 എന്നുള്ള പൊസിഷൻ ആയിരിക്കും. 4, 5 എന്നുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഇതിലേതൊക്കെ പാർട്ടിക്കിൾസിനായിരിക്കും? സ്റ്റെപ്പ് 4 ഏതൊക്കെ പാർട്ടിക്കിൾസിനായിരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? 4 ആണ് എക്സ് കോർഡിനേറ്റ് മിനിമം, അപ്പോൾ 3 വരണം. 4th സ്റ്റെപ്പിൽ 3യിലുള്ള പാർട്ടിക്കിൾസിന് മാത്രമായിരിക്കും 4ലേക്ക് വരുന്ന പറ്റുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ഈ അവസാനം വരുന്ന ഈ 5 പാർട്ടിക്കിൾസിന് മാത്രമായിരിക്കും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഈ 4 പാർട്ടിക്കിൾസിൻ്റെയും 1/3 അല്ലെങ്കിൽ 3^75 പാർട്ടിക്കിൾസ് ഈ ഒരു പൊസിഷനിലേക്ക് മാറുകയും ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു ഈ 4 പൊസിഷൻ 5 ഇൻറ്റു 3^76/3 വിച്ച് ഈസ് 3^75 പാർട്ടിക്കിൾസ് ആയിരിക്കും 5th സ്റ്റെപ്പിൽ ആ ഒരു പൊസിഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് 80 സ്റ്റെപ്പ് കഴിയുമ്പോൾ 79, 80 എന്നുള്ള കോർഡിനേറ്റിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ജനറൽ ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ n-1 എന്നുള്ള പൊസിഷനിൽ n ഇൻറ്റു 3^80 - n പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ പൊസിഷനിൽ 80 വരും. 3 ഇൻറ്റു 80 - 80 വിച്ച് ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 80. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. 80 പാർട്ടിക്കിൾസ് ആയിരിക്കും 79, 80 എന്നുള്ള പാർട്ടിക്കിളിൽ 80 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ടുണ്ടാവുക.